നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിന് സമീപമാണ് കടുവയെ കണ്ടത്. കടുവയുടെ ദൃശ്യങ്ങൾ പുറത്തു. ആശ്രിത നിയമന വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ ഒരുങ്ങി സർക്കാർ. ജീവനക്കാർ മരിക്കുമ്പോൾ മക്കൾക്ക് 13 വയസ്സുണ്ടെങ്കിലേ ആശ്രിത നിയമനത്തിന് അർഹതയുണ്ട്. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ആനുകൂല്യത്തിന് അർഹതയുണ്ടാകില്ല. മന്ത്രിസഭാ യോഗത്തിലാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് കേന്ദ്രം നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വായ്പയായി വാങ്ങാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. 817.80 കോടി രൂപയാണ് തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയോടെ കൈപ്പറ്റാൻ ഒരുങ്ങും. വായ്പയായി തുക അനുവദിച്ചതിൽ സംസ്ഥാനം പ്രതിഷേധിച്ചിരുന്നെങ്കിലും കേന്ദ്രവുമായി ഏറ്റുമുട്ടേണ്ടെന്നാണ് പുതിയ നിയമം. സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളെ ചൊല്ലിയുള്ള നിയമ പോരാട്ടം തുടരുവാൻ സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങി. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ. സർവകലാശാല നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട 2 ബില്ലുകൾ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി മടക്കി. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളില്ലെന്ന് കേന്ദ്ര സർക്കാർ. തീരുമാനം കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത്. വായ്പയ്ക്ക് 1 വർഷത്തെ മൊറട്ടോറിയം അനുവദിക്കാമെന്നും വായ്പാ തിരിച്ചടവ് പുനഃക്രമീകരിക്കാമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര തീരുമാനത്തിൽ കോടതി അതൃപ്തിയാണ്. ശരീരനിറവുമായി ബന്ധപ്പെട്ട അപമാനം നേരിട്ടതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പുമായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. തന്റെയും ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ വേണുവിന്റെയും നിറവ്യത്യാസത്തെക്കുറിച്ച് ഒരാൾ നടത്തിയ മോശം പരാമർശത്തെക്കുറിച്ചാണ്. CPIM-നെതിരെ പരിഹാസവുമായി കോൺഗ്രസ് MP ശശി തരൂർ. സ്വകാര്യ സർവകലാശാലകളെ എതിർത്തിരുന്ന LDF അധികാരത്തിലെത്തിയപ്പോൾ അതിന് അനുമതി നൽകുന്ന ബിൽ പാസാക്കിയ നടപടി ചൂണ്ടിക്കാട്ടിയായിരുന്നു തരൂരിന്റെ പരിഹാസം. കൊടകര കുഴൽപ്പണക്കേസിൽ തിരൂർ സതീഷിന്റെ മൊഴിയിൽ കഴമ്പുണ്ടെന്ന് കാട്ടി പ്രത്യേക അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു. തിരൂർ സതീഷിന്റെ ആരോപണങ്ങൾ കഴമ്പുള്ളതാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. അതേസമയം കൊടകര കുഴൽപ്പണക്കേസിൽ ED നിഷ്പക്ഷമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJP നേതാവ് VV രാജേഷിനെതിരെ തിരുവനന്തപുരത്ത് പോസ്റ്ററുകൾ. രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദി VV രാജേഷ് എന്ന് പോസ്റ്റർ. SSLC പരീക്ഷകൾ അവസാനിച്ചു. ആഘോഷങ്ങളും കണ്ണീരുമായി വിദ്യാർത്ഥികൾ. സെൽഫികൾ എടുത്തും വർണ്ണപ്പൊടികൾ എറിഞ്ഞും കുട്ടികൾ. സ്കൂളുകൾക്ക് മുന്നിൽ കർശന പോലീസ് നിരീക്ഷണം. കനത്ത സുരക്ഷയിൽ സ്കൂൾ അംഗങ്ങൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും ബലാത്സംഗ ശ്രമമല്ലെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായത് തികഞ്ഞ അശ്രദ്ധയെന്ന് സുപ്രീം കോടതി. വിവാദ പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബാഗേലിന്റെ വസതിയിൽ CBI റെയ്ഡ്. ബാഗേൽ ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി പുറപ്പെടാനിരിക്കെയായിരുന്നു റെയ്ഡ്. CBI ഉദ്യോഗസ്ഥർ റായ്പൂരിലും ഭിലായിലും എത്തിയെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് ട്വീറ്റിലൂടെയാണ് അറിയിച്ചത്. തിരുവനന്തപുരത്ത് അമയിഴഞ്ചാൻ തോട്ടിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. തിരുവനന്തപുരം നഗരസഭയും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ഒരുക്കി നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം മന്ത്രി MP രാജേഷ്. തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. 2ഉം 3ഉം വർഷ വിദ്യാർത്ഥികൾ തമ്മിലാണ് വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടിയത്. കാട്ടാക്കട SI മനോജിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ക്യാമ്പസിനുള്ളിൽ കയറിയാണ് അക്രമം അവസാനിച്ചത്. കോളേജിന് പുറത്തേക്ക് സംഘർഷം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ഇടപെട്ട് ചില വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ. എറണാകുളം പെരുമ്പാവൂരിൽ 800 ഗ്രാം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സലീം മണ്ഡലാണ് പിടിയിലായത്. 9 കിലോ കഞ്ചാവ് പിടികൂടിയതിന്റെ തുടരന്വേഷണത്തിലാണ് ഇയാളെ കസ്റ്റഡിയിൽ. കൊച്ചിയിൽ MDMA-യും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. 70 മില്ലിഗ്രാം MDMA-യും 40 ഗ്രാം കഞ്ചാവുമായാണ് പ്രതി പിടിയിലായത്. കടുങ്ങല്ലൂർ സ്വദേശി വിവേകാണ് ആലുവ പോലീസിന്റെ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
എറണാകുളം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന പ്രതി പിടിയിലായത് റോബിൻ ഭായ് എന്ന് വിളിക്കുന്ന അസം സ്വദേശി റബിൻ മണ്ഡൽ. പ്രതി പിടിയിലായത് 9 കിലോ കഞ്ചാവുമായി പെരുമ്പാവൂരിൽ നിന്നാണ്. ഇയാൾ എറണാകുളത്തെ കഞ്ചാവ് വിൽപ്പനയിലെ മുഖ്യ കണ്ണിയെന്നും. കൊല്ലം കണ്ണനല്ലൂരിൽ യുവാവിനെ മർദ്ദിച്ച ശേഷം മുങ്ങിയ പ്രതി അറസ്റ്റിൽ. കണ്ണനല്ലൂർ സ്വദേശി ഷിഹാബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നെടുമ്പന സ്വദേശി വിപിനെ ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. പാലക്കാട് ആറങ്ങോട്ടുകരയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. മലപ്പുറം അരപ്പംകുഴിയിൽ സെയ്താലിയാണ് അറസ്റ്റിലായത്. പള്ളിയിലെത്തിയ ആൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി. പോക്സോ കേസ് ചുമത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടുക്കി നെടുങ്കണ്ടത്ത് ബാറിൽ സംഘർഷത്തിൽ യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമം. ആക്രമണത്തിൽ പരിക്കേറ്റ നെടുങ്കണ്ടം കൽക്കൂന്തൽ നടുവത്താനിയിൽ റോബിൻസിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കോട്ടയം സ്വദേശി ഉണ്ണികൃഷ്ണനെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇയാൾ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കൊല്ലത്ത് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ 2 തമിഴ്നാട് സ്വദേശികൾ അറസ്റ്റിൽ. തമിഴ്നാട് കുളത്തലൈ സ്വദേശി ശശികുമാർ, ഇയാളുടെ സഹായി മുത്തുവയൽ സ്വദേശി ഗുരുകാളീശ്വരൻ എന്നിവരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ഗെയിം തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട പ്രധാന പ്രതി പിടിയിൽ. ആന്ധ്രാപ്രദേശ് സ്വദേശി സത്യരാജ് വെടുകുറയാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 41 ഫോണുകളും 2 ലാപ്ടോപ്പും 4 എക്സ്റ്റൻഷൻ വയറും 7 മൊബൈൽ ചാർജറുകളും പിടിച്ചെടുത്തു. ചൊവ്വാഴ്ച ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ്. തൃശൂർ പുതുക്കാട് യുവാവിനെ കമ്പിവടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. കല്ലൂർ മാവിൻചുവട് സ്വദേശി ജിതിൻ ലാലിനെയാണ് അറസ്റ്റ് ചെയ്തത്. കല്ലൂർ പ്ലാവിൻകുന്ന് സ്വദേശി ജിത്തുവിനെ ആക്രമിച്ച കേസിലാണ് നടപടി. പണം കടം കൊടുത്തതുമായുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിനെ മുളവടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിൽ ആൾരൂപ കച്ചവടം നടത്താനെത്തിയ ഇടുക്കി വട്ടോളി സ്വദേശി സഞ്ജുവിനെയാണ് ആക്രമിച്ചത്. സംഭവത്തിൽ കുഞ്ഞൈനി സ്വദേശി അഷ്റഫാണ് അറസ്റ്റിൽ. തൃശൂർ വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ കുടിവെള്ള പദ്ധതിക്കായി കുഴൽക്കിണർ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ കുടിവെള്ള സമിതി സെക്രട്ടറിക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതി പിടി. സംഭവത്തിൽ അടങ്കളം സ്വദേശി ഏലിയാസിനെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിനിടെ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ 3 പേർ കൂടി പിടിയിൽ. ആലപ്പൊലിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷഹീൻ, കൊടശ്ശേരി സ്വദേശികളായ സൈദലവി, ഉമർ കൈഫ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10ആയി. സംഭവവുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി റഫീഖ് എന്ന മുന്തിരി റഫീഖ് ഇപ്പോഴും ഒളിവിലാണ്. സംഘർഷത്തിൽ വെടിയേറ്റ ലുക്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. മലപ്പുറം പട്ടാമ്പി കൊടുമുണ്ടയിൽ മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് മോഷണം. വെസ്റ്റ് കൊടുമുണ്ട ജലാലിയ സുന്നി കോംപ്ലക്സ്, മേലെ കൊടുമുണ്ട ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. മാസങ്ങൾക്ക് മുമ്പും സമാനമായ രീതിയിൽ ഈ പ്രദേശത്ത് മോഷണം നടന്നു. തൃശൂർ വടക്കാഞ്ചേരിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയി. കുമ്പളങ്ങാട് സ്വദേശി ശരത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് മോഷണം പോയത്. പോലീസ് അന്വേഷണം ഊർജിതം. തൃശൂർ നന്ദിപുലം കുറുമാലിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. നന്ദിപുലം സ്വദേശി ശ്രീരാഗിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. എറണാകുളത്തെ സ്വകാര്യ ലിഫ്റ്റ് കമ്പനിയിലെ ടെക്നീഷ്യനായിരുന്നു ശ്രീരാഗ്. ജോലി കഴിഞ്ഞും വീട്ടിലെത്താത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ പെൺകുട്ടിക്ക് നേരെ തെരുവുനായ ആക്രമണം. പരിക്കേറ്റ പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന് പ്രദേശവാസികൾ. തൃശൂർ ചാലക്കുടി ടൗണിൽ പുലി ഇറങ്ങി. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഭാഗത്താണ് പുലിയെ നാട്ടുകാർ കണ്ടത്. വനം വകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. പ്രദേശത്ത് പുലി ഇറങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങൾ. കാസർഗോഡ് കൊളത്തൂർ നിടുവോട്ട് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ വീണ്ടും പുലി കുടുങ്ങി. നിടുവോട്ടെ ജനാർദ്ദനന്റെ റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങി.
യാക്കോബായ സഭയുടെ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത ചുമതലയേറ്റു. ലെബനൻ ബെയ്റൂട്ടിൽ അച്ഛാനയിലുള്ള സെന്റ് മേരീസ് കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. അകമാന സുറിയാനി സഭയുടെ തലവനായ പാത്രിയാർക്കീസ് ബാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ എന്ന സ്ഥാനപ്പേരാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത സ്വീകരിച്ചത്. ബീച്ചിൽ നിറയെ മാലിന്യം, കാലുകുത്താൻ പോലും സാധിക്കുന്നില്ല. ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തിയ ഡെൻമാർക്ക് സ്വദേശിയായ വിനോദസഞ്ചാരിയുടെ വീഡിയോ ചർച്ചയാകും. അധികൃതരുടെ അനാസ്ഥയിൽ ഫോർട്ട് കൊച്ചി ബീച്ചിലെ ദുരവസ്ഥ കേരള വിഷൻ ന്യൂസ് വാർത്തയാക്കിയിരുന്നു. സംസ്ഥാനത്തെ സുരക്ഷിത കടൽ തീരങ്ങളുടെ പട്ടികയിൽ നിന്നും ഫോർട്ട് കൊച്ചി ബീച്ച് പുറത്തായിരിക്കും. തൃശൂർ പാവറട്ടിയിൽ പച്ചമുളക് വിളവെടുപ്പിന് തുടക്കമായി. വിളക്കുപാടം ദേവസൂര്യ കലാവേദിയുടെയും പബ്ലിക് ലൈബ്രറിയുടെയും നേതൃത്വത്തിലാണ് പച്ചമുളക് കൃഷി. ഗുരുവായൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ ഉദ്ഘാടനം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതായി പരാതി. ഒരാഴ്ച മുമ്പ് സ്ഥാപിച്ച പൈപ്പാണ് പൊട്ടിയത്. പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തം. ആലപ്പുഴ മാന്നാറിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുടുംബശ്രീ CDS റിസോഴ്സ് സെന്ററും മേൽപ്പാടം CMSLP സ്കൂളും സംയുക്തമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. എക്സൈസ് ഇൻസ്പെക്ടർ V അരുൺകുമാറും കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിതയും ക്ലാസ് നടത്തി. തൃശൂർ പൂങ്കുന്നം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള JCB പൂർണ്ണമായും തീയിട്ട് നശിപ്പിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. കുട്ടനെല്ലൂർ സ്വദേശി ശ്രീജിത്ത്, വഴക്കുംപാറ സ്വദേശി അലക്സ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കാഴ്ചകളുടെ ഉത്സവം തീർത്ത നാടകങ്ങൾ ഗ്രാമങ്ങൾ തോറും അരങ്ങേറിയ കാലം നമുക്കുണ്ടായിരുന്നു. കാലക്രമേണ ആ കാഴ്ചകൾ കുറഞ്ഞെങ്കിലും നാടകത്തിന്റെ വസന്തകാലം തിരികെ പിടിക്കാൻ ശ്രമിക്കുകയാണ് അണിയറ കോഴിക്കോടിന്റെ കലാകാരൻ. തിരക്കേറിയ വർത്തമാനകാല ലോകത്ത് മൈക്രോ നാടകങ്ങളാണ് ലോക നാടക ദിനമായ നാളെ അവർ അരങ്ങിലെത്തി. നാടകം വരൾച്ചയിൽ ജനം അലയുമ്പോൾ തൃശൂർ കൊടുങ്ങല്ലൂരിലെ ചാപ്പാറയിൽ കടുത്ത വേനലിലും കിണറുകളിൽ ജലനിരപ്പ് ഉയരുകയാണ്. നഗരസഭയിലെ 14 വാർഡിലാണ് ഈ പ്രതിഭാസം ഉണ്ടായത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കണമെന്ന പാലക്കാട് പട്ടാമ്പിക്കാരുടെ ആവശ്യം യാഥാർത്ഥ്യമാകും. പട്ടാമ്പി പുതിയ പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണമാണ് വേഗത്തിൽ പുരോഗമിക്കുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് പാലം യാഥാർത്ഥ്യം. പാലക്കാട് അട്ടപ്പാടി കള്ളമല ഒമ്മലയിൽ പാരമ്പര്യമായി കൈമാറി കിട്ടിയ കുടുംബ ഭൂമിക്ക് കരമടയ്ക്കാനാവാതെ ആദിവാസികൾ 1984 പട്ടയം കിട്ടിയതും 1990 വരെ കരമടച്ചതുമായ ഭൂമിക്കാണ് വനഭൂമി എന്ന് കാണിച്ച് കരം സ്വീകരിക്കാം. 2 ആഴ്ചയ്ക്കുള്ളിൽ വിഷയത്തിൽ തീരുമാനമുണ്ടാകണം എന്ന ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ് ഉണ്ടായിട്ടും നടപടിയുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ലത്തീൻ രൂപതയുടെ സഹമെത്രാൻ അഭിഷേക ചടങ്ങ് പ്രൗഢഗംഭീരമായി നടന്നു. നെയ്യാറ്റിങ്കര രൂപതയുടെ 2ാമത്തെ ബിഷപ്പായി D സെൽവരാജ് ചുമതലയേറ്റു. നഗരസഭാ സ്റ്റേഡിയത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് അഭിഷേക ചടങ്ങുകൾ നടന്നത്. രൂപതയുടെ കീഴിലെ 252 പള്ളികളിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികളും വൈദികരും സാക്ഷ്യം വഹിച്ചു. ഗാസയിൽ ഹമാസിനെതിരെ വൻ പ്രതിഷേധം. ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പലസ്തീൻകാർ. പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലഹിയ മേഖലയിൽ. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെയാണ് ഹമാസിനെതിരായ പലസ്തീനികളുടെ പ്രതിഷേധം. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ 2ാമത്തെ രാജ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട് UAE. നംബിയോയുടെ സേഫ്റ്റി ഇൻഡെക്സിലാണ് UAEയുടെ നേട്ടം. ആദ്യ 20ൽ 5 അറബ് രാഷ്ട്രങ്ങൾ ഇടം പിടിച്ചു. സുരക്ഷാ സൂചികയിൽ 66ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. റഷ്യയും യുക്രൈനും തമ്മിൽ കരിങ്കടലിൽ വെടിനിർത്തലിന് ധാരണയായി. കരിങ്കടൽ വഴി പോകുന്ന കപ്പലുകൾ ഇരു രാജ്യങ്ങളും ആക്രമിക്കില്ല എന്ന ധാരണയ്ക്ക് റഷ്യയും യുക്രൈനും സമ്മതിച്ചു. ധാരണ നിലവിൽ വരും മുമ്പ് ചില ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു. ധാരണ അനുസരിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് അമേരിക്ക നിർദ്ദേശിക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു. കനേഡിയൻ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയും ചൈനയും ഇടപെടാൻ സാധ്യതയുണ്ടെന്ന് കനേഡിയൻ രഹസ്യാന്വേഷണ സംഘടന. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇരു രാജ്യങ്ങളും അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ തെരഞ്ഞെടുപ്പിൽ ഇടപെടുമെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ ആശങ്ക. കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടർ വനേസ ലോയിഡ് വാർത്താസമ്മേളനത്തിലാണ് ആരോപണം നടത്തിയത്.
തൃശൂർ കേച്ചേരിയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ബൈക്കിലും മരത്തിലും ഇടിച്ചു. 6 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ശ്രീലക്ഷ്മി ബസ്സാണ് അപകടത്തിൽ. തൃശൂർ എറിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി ധർണ നടത്തി. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നും അംഗനവാടി വർക്കർമാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ നടത്തിയത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PA മുഹമ്മദ് സഗീർ തൃശൂർ കോലഴിയിൽ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TP ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാണഞ്ചേരിയിൽ ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാണഞ്ചേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. മുൻ MLA MP വിൻസെന്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. അതിവേഗ വാർത്ത തുടരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ ടൗൺ കമ്മിറ്റിയുടെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി റമദാൻ കിറ്റ് വിതരണം നടത്തി. MSS കൊടുങ്ങല്ലൂർ ടൗൺ കമ്മിറ്റി പ്രസിഡന്റും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ PA സീതി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പരിപാടി ഡോക്ടർ സുലേഖ കൊമ്പനേടത്ത് ഉദ്ഘാടനം ചെയ്തു. വിവിധ തുറകളിൽ സാമൂഹ്യ പരിഷ്കരണം ഉദ്ദേശിച്ച് MSS നടത്തുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ സമൂഹത്തിന് മാതൃകയാണെന്ന് സുലേഖ കൊമ്പനേടത്ത്. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാഴ്ചക്കുല സമർപ്പിച്ചു. ക്ഷേത്രത്തിലെ പ്രധാന അവകാശികളിൽപ്പെട്ട പട്യാര സമുദായമാണ് കാഴ്ചക്കുല സമർപ്പിച്ചത്. ഭരണി നാളിൽ വെളുപ്പിന് ക്ഷേത്രത്തിലെ വടക്കേ നടയിൽ വെന്നിക്കൊടി ഉയർത്തുന്നതും പടിഞ്ഞാറേ നടയിലും വടക്കേ നടയിലും കുഷ്മാണ്ഡ ബലി നടത്തുന്നതും പട്യാര സമുദായമാണ്. സമുദായം പ്രസിഡന്റ് സജീവ്, ജോയിന്റ് സെക്രട്ടറി രാഹുൽ എന്നിവർ ചടങ്ങിന് നേതൃത്വം. തൃശൂർ കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള വരിനെല്ല് സമർപ്പണം നടന്നു. കാളിദാരിക യുദ്ധത്തിൽ മുറിവേറ്റ ദേവിക്കായി അശ്വതി പൂജയ്ക്ക് ശേഷം വിശേഷാൽ പൂജയ്ക്ക് നിവേദിക്കുന്ന പായസത്തിനായാണ് വരിയരി ഉപയോഗിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ലഹരിക്കെതിരെ സ്നേഹജ്വാല സംഘടിപ്പിച്ചു. പുല്ലൂറ്റ് ചുറ്റുവട്ടം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാരായണമംഗലം ജംഗ്ഷനിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേരാൻ പരിപാടിയിൽ പ്രതിജ്ഞയെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MS പത്മരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാവറട്ടിയിൽ പച്ചമുളക് വിളവെടുപ്പിന് തുടക്കമായി. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യയിൽ വനിതാവേദി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ജൈവ കൃഷി ചെയ്തത്. പച്ചമുളക്, മരച്ചീനി എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. വിളവെടുപ്പ് ഗുരുവായൂർ സഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിങ്ങോട്ടുകര താന്യം പഞ്ചായത്തിൽ കവി കുഞ്ഞുണ്ണി മാസ്റ്റർ അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചു. ചൈതന്യ അങ്കനവാടിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വാർഡ് മെമ്പർ ആൻഡോ തുറയൻ, അങ്കനവാടി വർക്കർ അഞ്ജു KB, ഹെൽപ്പർ ഗീത, സുനിത രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ മറ്റം സെന്റ് മേരീസ് സ്കൂളിൽ ജീവജാലങ്ങൾക്കായുള്ള സൗജന്യ ഭോജന കിറ്റുകളുടെ വിതരണോദ്ഘാടനം നടന്നു. സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകൻ സ്റ്റൈജുവാണ് കിറ്റുകൾ നൽകുന്നത്. പ്രധാന അധ്യാപിക സിസ്റ്റർ അഞ്ജലി വിദ്യാർത്ഥികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് തൃത്താലയിൽ വാഹനാപകടം. തൃത്താല പെട്രോൾ പമ്പിന് സമീപമാണ് അപകടമുണ്ടായത്. 3 കാറുകളാണ് അപകടത്തിൽപ്പെട്ടത്. തൃത്താലയിൽ നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓൾട്ടോ കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയാണ്. തുടർന്ന് പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന കാറിലും ഇടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. SSLC പരീക്ഷയുടെ അവസാന ദിവസമായ ഇന്ന് തൃത്താലയിൽ വിദ്യാർത്ഥി സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് തൃത്താല പോലീസ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പരീക്ഷാ സമയം അവസാനിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ എത്തണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിട്ടിരുന്നു. കുട്ടികൾ തമ്മിലുള്ള അടിപിടികളും അനിഷ്ട സംഭവങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടന്നത്. മലപ്പുറം വളാഞ്ചേരി നഗരസഭയുടെ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഭൂരഹിത ഭവനരഹിതർക്ക് സ്ഥലം വാങ്ങുന്നതിന് 3 കോടി, സ്മാർട്ട് അംഗനവാടികൾക്കായി 1 കോടി രൂപ എന്നിവ വകയിരുത്തിയാണ് ബജറ്റ് അവതരണം.
നഗരസഭാ ഉപാധ്യക്ഷ റംല മുഹമ്മദാണ് ബജറ്റ് അവതരിപ്പിച്ചത്. തിരുവനന്തപുരം നേമം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ മൃഗങ്ങൾക്കുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ്.കെ. പ്രീജ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ തന്നെ ഇതാദ്യമായാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മൃഗങ്ങൾക്കുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ വാങ്ങി 7 പഞ്ചായത്തുകളിലെ മൃഗാശുപത്രികൾ വഴി വിതരണം ചെയ്തു. മലപ്പുറം എടവണ്ണ ജുവനൈൽ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഡിവിഷൻ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജേതാക്കളായ ക്ലബിന്റെ ക്രിക്കറ്റ് ടീമിനെ ആദരിക്കലും ഇഫ്താർ സംഗമവും നടന്നു. ക്ലബ് പ്രസിഡന്റ് പി ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലബിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. തൃശൂരിൽ വെയ് രാജ വെയ് നാടക ദിനങ്ങൾ എന്ന പേരിൽ നടത്തുന്ന നാടക പ്രദർശനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ കാഞ്ഞാണിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നാടക സംവിധായകൻ ഷൈജു അന്തിക്കാടിന് നൽകി പ്രകാശനം നിർവഹിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം അന്തിക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് നാടകം തയ്യാറാക്കുന്നത്. ഗുരുതര കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കുന്നതിന് വിജ്ഞാപനം ഇറക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അരീക്കോട് മേഖലാ സമ്മേളനത്തിലാണ് വിഷയം ചർച്ചയ്ക്ക് വന്നത്. മലപ്പുറം എടവണ്ണ ചാത്തല്ലൂർ മണക്കാട്ടുപറമ്പ് മദ്രസ ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി V. വിനോദ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചങ്ങനാശ്ശേരിയിൽ ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എക്സൈസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി PS രഘുറാം ധർണ ഉദ്ഘാടനം ചെയ്തു. കൊടും ചൂടിൽ യാത്രക്കാർക്ക് ആശ്വാസമായി തൃശൂർ കാരമുക്ക് SNGS സ്കൂളിന് സമീപം തണ്ണീർ പന്തലൊരുക്കി. ക്ഷീരകർഷകനായ അന്തിക്കാട് സ്വദേശി നാരായണൻ നമ്പൂതിരിയുടെ ഉടമസ്ഥതയിലുള്ള ഓം കൃഷ്ണയും ഒഫൻഡേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായിട്ടാണ് തണ്ണീർ പന്തലൊരുക്കിയത്. സൗജന്യ സംഭാര വിതരണം നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരി നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ബയോ കമ്പോസ്റ്ററിംഗ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം മാലിന്യമുക്ത വളാഞ്ചേരി എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശൂർ ചാലക്കുടിയിൽ കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 29 ശനിയാഴ്ച ഓൾ കേരള അണ്ടർ 17 ചെസ് ടൂർണമെന്റ് നടന്നു. ഫ്യൂച്ചർ ചെസ് അക്കാഡമിയുടെ സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നായി 300ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. തൃശൂർ പെരിങ്ങോട്ടുകര താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർക്ക് പിന്തുണ നൽകി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആശാമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗനവാടി ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, പഞ്ചായത്തിലെ ജൽജീവൻ പദ്ധതി പ്രകാരം പൊളിച്ച റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. അതിവേഗ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.